الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് സംരക്ഷിക്കുന്ന രീതിയെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വരുന്നത്. ഹിദായത്ത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും ചർച്ചകൾ മുഴുവനും ഹിദായത്ത് കിട്ടിയവരുടെ ഹിദായത്ത് എങ്ങനെയാണ് മരിക്കുന്നത് വരെ നിലനിർത്തിക്കൊണ്ടു പോകുക എന്നതിനെ സംബന്ധിച്ചാണ്. കാഫിരികളെ സംബന്ധിച്ചോ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചോ പാരമ്പര്യ മതക്കാരെ സംബന്ധിച്ചൊന്നും കൂടുതൽ ചർച്ച പരിശുദ്ധ ഖുർആനിലില്ല. വളരെ ചെറിയ രീതിയിലൊരു മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ ഒരു പ്രധാനപ്പെട്ട ആയത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കി. ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറയാനുള്ളത് ഒറ്റ വാക്കിൽ അടിവരയിട്ടിട്ട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ അല്ലാഹനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് അംഗീകരിച്ചിരിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലാഹു, ആ അല്ലാഹു അല്ലാതെ അല്ലാഹ്ക്ക് ഇടയാളുകളായിട്ട് മറ്റൊരാളെയും ഞാൻ അനുവദിച്ചു തരികയില്ല. ഒറ്റ വാക്ക്. എന്നിട്ടായി അല്ലാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തി തരുന്നു. ഹയ്യുൽ ഖയ്യൂം, ആ അല്ലാഹു എന്നെന്നും നിലനിൽക്കുന്നവനാണ്, ജീവിക്കുന്നവനാണ്, അവനിക്ക് മരണമില്ല. അൽ ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്നവനാണ്, ആ നിലനിൽപ്പിനൊരറ്റമില്ല. ലാ തഅഖുദുഹു സിനത്തുൻ, അവനിക്ക് ഒരു ഉറക്കം ബാധിച്ചു പോകുന്ന, ഒരു മയക്കം ബാധിച്ചു പോകുന്ന പ്രശ്നമില്ല. വലാ നൗം, ഉറങ്ങിപ്പോകുന്ന പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ എന്തിനെയാണ് അവനല്ലാതെ വേറൊരാളെ സമീപിക്കുന്നത്? നിങ്ങൾ സമീപിക്കുന്നത് ഉറക്കമുള്ളവരെയും മറക്കുന്നവരെയും ആണ്.
മരിക്കുന്നവരെയുമാണ്. നിങ്ങൾ സമീപിച്ചത് ജീവിതത്തിൽ മറന്നുപോകുന്ന ഒരു മനുഷ്യനെ, മറവിയുണ്ടാകുന്നൊരു മനുഷ്യനെ, തൂക്കമുണ്ടാകുന്നൊരു മനുഷ്യനെ, ബോധക്കേടുണ്ടാകുന്നൊരു മനുഷ്യനെ, അവസാനം മരിച്ചു പോകുന്നൊരു മനുഷ്യനെ. അള്ളാഹുവായ ഞാൻ ഇതൊന്നുമല്ല. കൃത്യമല്ലേ കാര്യം? അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു, ഉലൂഹിയത്താണ് ചർച്ച. എന്നിട്ട് ആ ഉലൂഹിയത്ത് സ്ഥാപിക്കാൻ അല്ലാഹു തആല പിന്നെ പറയുന്നത് മുഴുവനും റുബൂബിയത്തിന്റെ ഔസാഫുകളാണ്. അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, മയക്കമോ ഉറക്കമോ പിടിപെടാത്തവനാണ് അവൻ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതെല്ലാം അവൻ്റേതാണ്. വൽ അർദ്, ഭൂമിയിലുള്ളതെല്ലാം അവൻ്റേതാണ്. ഒന്നിൻ്റെയും ഒരവകാശവും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ ആരെയാണ് ഈ സമീപിക്കാൻ പോകുന്നത്? ഏത് നബിയെ കൊണ്ടാണ് നിങ്ങളെ കാര്യങ്ങൾ നടത്താൻ പറ്റുക? ഏത് റസൂലിനെ കൊണ്ടാണ് നിങ്ങളെ കാര്യങ്ങൾ നടത്താൻ പറ്റുക? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ്. ആ അല്ലാഹുവിന്റെ കുർസി അറിയോ നിങ്ങൾക്ക്? ആ അല്ലാഹു അവന്റെ പാദം വെക്കുന്ന സ്ഥലം അത് ആകാശ ഭൂമികളോളം വിശാലമായതാണ്. വസിഅ കുർസിയ്യുഹു, അവന്റെ കുർസി. ഇബ്നു അബ്ബാസ് അതിന് തഫ്സീർ പറഞ്ഞത് അല്ലാഹുവിന്റെ രണ്ട് ഖദമൈ റബ്ബ്, റബ്ബിന്റെ രണ്ട് കാല് വെക്കാനുള്ള സ്ഥലം അത് ആകാശ ഭൂമികളെക്കാൾ വിശാലമായതാണ്. വസിയ, വിശാലമായതാണ്. കുർസിയ്യുഹു അസ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ, ആ ആകാശ ഭൂമികളെയും അകലെ സകല സരാചരങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതായ അല്ലാഹു തആലക്ക് ഒരു വിഷയമല്ല. വഹുവൽ അലിയുൽ അലീം, ആ അല്ലാഹു ഉന്നതനാണ്, മഹാനാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന വിഷയം കേൾക്കണം. ഞാനത് പറയാനാണ് ഇതാണ്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. വാക്കർത്ഥം അറിയായിരിക്കും ചിലപ്പോൾ. എത്രത്തോളം അത് ഉള്ളിൽ തട്ടിയിട്ടുണ്ട്, വരികൾക്കിടയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് എത്ര പേർക്ക് അറിയാന്നുള്ള കാര്യം വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ ആദ്യം ആകത്തുക മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. അള്ളാഹു ഒരു കാര്യം പ്രസ്താവിക്കുകയാണ്. അല്ലാഹ്, ഞാൻ അള്ളയാണ്. ലാ ഇലാഹ ഇല്ലാഹു, ഒരു വിഷയവുമില്ല ഇടയാളുകളാക്കാൻ ഒരു കാരണവശാലും ഞാൻ അസമ്മതിക്കുകയില്ല. ഞാനുമായി ബന്ധപ്പെട്ട വിഷയം, ഞാനുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഒരു നബി നിങ്ങൾ ഇടയാളാകാൻ പറ്റുകയില്ല, ഒരു റസൂല് നിങ്ങൾ ഇടയാളാകാൻ പറ്റുകയില്ല, ഒരു മലക്കോ ജിന്നോ നിങ്ങൾ ഇടയാളാകാൻ പറ്റുകയില്ല, ഒരു വലിയോ ഷെയ്ഖോ നിങ്ങൾ ഇടയാളാകാൻ പറ്റുകയില്ല, ഒരു ദീനാറോ ദിർഹമോ നിങ്ങൾ ഇടയാളാകാൻ പറ്റുകയില്ല. അത്ര പ്യൂറായിട്ട് നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ ലാ ശരീക ലഹു. ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കുന്നു. ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇത് ദീനാണ്. ഇതിലേക്ക് ആരെയും നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന പ്രശ്നമില്ല. ഈ ആയത്തുൽ കുർസിക്ക് ശേഷമുള്ള ആയത്ത് അതാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീൻ, ഈ വ്യവസ്ഥിതി, അല്ലാഹു മാത്രം എന്ന വ്യവസ്ഥിതി, അതാണ് ദീൻ. അതിൽ യാതൊരു തരത്തിലുള്ള നിർബന്ധിക്കലും ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദ്, ഹിദായത്ത് കൃത്യമായും വെളിവായിരിക്കുകയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾ അംഗീകരിച്ചിരിക്കേണ്ട ആദർശം എന്താണെന്നുള്ള കാര്യം വളരെ സുവ്യക്തമായിരിക്കുകയാണ്. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, അപകടം പിടിച്ച വഴി ഏതാണെന്നും സുബദ്ധമായ വഴി ഏതാണെന്നും നിങ്ങൾക്ക് കൃത്യമായും മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി തർക്കിക്കുന്ന വിഷയമില്ല, ഇനി ഒരു വാദപ്രതിവാദത്തിന്റെ വിഷയമില്ല, ഇനി ഒരു തർക്കത്തിന്റെ വിഷയമില്ല, മുഖാമുഖത്തിന്റെ വിഷയമില്ല. കാര്യങ്ങൾ വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഏതൊരുത്തൻ യക്ഫുർ ബിത്താഗൂത്ത്, അല്ലാഹു അല്ലാത്ത താഗൂത്ത് മാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ എന്തിനെയാണോ അല്ലാഹുക്ക് പകരമായിട്ടോ അല്ലാഹുക്ക് ഇടയാളായിട്ടോ വെക്കുന്നത് അതിനാണ് താഗൂത്ത് എന്ന് പറയുന്നത്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ മാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ മറ്റൊന്നിനെ അംഗീകരിക്കുന്നതിന്റെ പേരാണ് താഗൂത്ത്. ഏതൊരുത്തൻ താഗൂത്തിന് വഴിപ്പെട്ടോ, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, വഴിപ്പെടുന്ന കാര്യം അല്ല അവിടെ പറയുന്നത്. താഗൂത്തിനെ ഒരാൾ നിരാകരിക്കുന്നില്ലെങ്കിൽ, താഗൂത്തിനെ ഒരാൾ നിരാകരിക്കുന്നില്ലെങ്കിൽ, അല്ല ഞാൻ അവിടെ നിന്ന് പോക്കില്ല, ഞാൻ അള്ളാഹിനെ തന്നെ വിളിക്കുന്നു, പക്ഷെ അവിടെ ഞാൻ പോക്കില്ല, പക്ഷെ ഞാൻ വിമർശിക്കാനൊന്നും നിൽക്കാറില്ല, നീ കള്ളനാണ്, കപടനാണ്,
നീ കപടനായ സലഫിയാണ്. ഞാൻ വിമർശിക്കാനൊന്നും നിൽക്കാറില്ല, പക്ഷെ ഞാൻ ഒന്നും പോക്കില്ല. നീ കപടനാണ്, വല്ലാഹി നീ മുനാഫിഖാണ്, നിന്നെ വിശ്വസിക്കാൻ പറ്റുകയില്ല. അതെ, നീ അഷ്റഫുൽ ഖൽക്കിൻ്റെ കൊടിയ ശത്രുവാണ്. മദീനയിൽ ഉടലെടുത്ത മുനാഫിക്കുകളുടെ തുടർച്ചക്കാരനാണ് നീ. മദീനയിൽ 3 സമൂഹത്തെയാണ് അഷ്റഫുൽ ഖൽക്കിന് കൈകാര്യം ചെയ്യേണ്ടി വന്നത്. ഒന്ന് ജൂതന്മാർ, അവർ തൗഹീദിൽ വിശ്വസിക്കുന്നവരാണ്. റിസാലത്തിലാണ് അവർ കുഫറിൻ്റെ വഴിപാടേണ്ടി വന്നത്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന ആദർശത്തോട് 100% യോജിപ്പുള്ളവരാണ് ജൂതന്മാർ. പക്ഷെ മുഹമ്മദ് മുസ്തഫ എന്ന വ്യക്തിയെ അവർ അംഗീകരിക്കുന്നില്ല. ക്രിസ്ത്യാനികളും അതേ രീതിയിൽ തന്നെയാണ്. അഷ്റഫുൽ ഖൽക്കിൻ്റെ പൂർണ്ണമായും അഷ്റഫുൽ ഖൽക്കിൻ്റെ ആദർശത്തോട് യോജിപ്പുള്ളവരാണ്. മുഹമ്മദ് മുസ്തഫ എന്ന വ്യക്തിയെ അവർ അംഗീകരിക്കുന്നില്ല. ഖുറൈശികൾ അങ്ങനെയല്ല, പാരമ്പര്യ മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല, ഇബ്രാഹിമി മില്ലത്തുകാർ അങ്ങനെയല്ല. റസൂലുള്ളാഹി തങ്ങളാകുന്ന വ്യക്തിയോട് അവർക്ക് താല്പര്യമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ആദർശത്തോടായിരുന്നു ഖുറൈശികൾക്ക് വിയോജിപ്പ്. അതാണ് വ്യത്യാസം. ജൂതനസാറാക്കൾക്ക് ആദർശത്തോട് വിയോജിപ്പില്ല, വ്യക്തിയായ അഷ്റഫുൽ ഖൽക്കിനോടാണ് അവർക്ക് വിയോജിപ്പ്. ഖുറൈശികൾക്ക് ആദർശത്തോടാണ് വിയോജിപ്പ്, റസൂലുള്ളാഹി തങ്ങളാകുന്ന വ്യക്തിയോടല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് വമൻ യക്ഫുർ ബിത്താഗൂത്ത്, വമൻ യഅ്ബുദില്ല എന്നല്ല പറഞ്ഞത്, വമൻ യക്ഫുർ ബിത്താഗൂത്ത്, സത്യവും അസത്യവും കൃത്യമായി വെളിവായിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാഹു, അതിലൂടെ ഉലൂഹിയത്തിന്റെ പ്രഖ്യാപനം വന്നു. ബാക്കി വഹുവൽ അലിയുൽ അലീം വരെയുള്ളത് റുബൂബിയത്തിന്റെ വിശദീകരണമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയറായി ആദർശം എന്താണ് എന്നത്. അതുകൊണ്ട് തന്നെ ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, അല്ലാഹു അല്ലാത്തതിനെ നിങ്ങൾ നിരാകരിക്കുന്നില്ലെങ്കിൽ, അല്ലാഹനെ മാത്രം നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്നല്ല അവിടെ പറഞ്ഞത്. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, അല്ലാഹു അല്ലാത്തതിനെ നിങ്ങൾ നിരാകരിക്കുന്നില്ലെങ്കിൽ, ജാറങ്ങളെ നിങ്ങൾ നിരാകരിക്കുന്നില്ലെങ്കിൽ, ശൈഖ് വലിയകളോടുള്ള ബന്ധത്തെ നിങ്ങൾ നിരാകരിക്കുന്നില്ലെങ്കിൽ, ദീനാർ ദിർഹമുകളാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന നിങ്ങളുടെ ഹവയെ നിങ്ങൾ നിരാകരിക്കുന്നില്ലെങ്കിൽ, വയുമിൻ ബില്ലാഹ്, എന്നിട്ട് അല്ലാഹു മാത്രം എന്നത് അംഗീകരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, എന്താ പറഞ്ഞത്? ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ്. ഇവിടെ വളരെ കൃത്യമായിട്ട് ഫഖദിസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ, താഗൂത്തിനെ നിരാകരിക്കുകയും അല്ലാഹുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നവൻ അവൻ ഫഖദിസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ, ഒരിക്കലും അറ്റുപോകാത്ത, ഒരിക്കലും ഒരിക്കലും കണക്ഷൻ വിട്ടുപോകാത്ത ശക്തമായ പാശത്തെയാണ് അവൻ പിടിച്ചിരിക്കുന്നത്. ഫഖദിസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ, അതൊരിക്കലും അവന് നഷ്ടപ്പെട്ടു പോവുകയില്ല, അവനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്ര കൃത്യമായ ഒരു ആദർശത്തിലാണ് നീ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നത്, ഹിദായത്ത് ലഭിച്ചവൻ അവന്റെ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഊന്നലുകളാണ്. മറ്റുള്ളവനെ സംബന്ധിച്ചു ഒറ്റ വാക്കിൽ പറഞ്ഞു വിട്ടു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി, അല്ലെങ്കിൽ തള്ളിക്കള. ഫമൻ ശാഅ ഫൽയുമിൻ, മനസ്സുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. വമൻ ശാഅ ഫൽയക്ഫുർ, മനസ്സുള്ളവൻ നിരാകരിക്കട്ടെ. അതല്ല ഇവിടെ വിഷയം. ഹിദായത്ത് അല്ലാഹു തആല കൊടുത്തവർ, അതാണ് അല്ലാഹു തആലക്ക് വിഷയം. ഹിദായത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിക്ക് ശേഷം ഒരു മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് തന്നെയായിരുന്നാലും, അതൊരു പക്ഷേ അടുക്കള കാര്യമാവാം, അങ്ങാടി കാര്യമാവാം, അന്താരാഷ്ട്ര കാര്യമാവാം, ഭൂമിയുടെ കാര്യമാവാം, ആകാശത്തിന്റെ കാര്യമാവാം, എന്ത് തന്നെയായിരുന്നാലും ശരി, ആ പ്രശ്നത്തിൽ അവൻ അല്ലാഹുവിനെ മാത്രം അംഗീകരിക്കുക. ആ മാനസിക അവസ്ഥക്കാണ് അല്ലാഹു ഹിദായത്ത് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അവരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം അല്ലാത്ത ഒരു നബി, ഒരു റസൂൽ, ഒരു വലി, ഒരു ഷെയ്ഖ്, ഒരു ജിന്ന്, ഒരു ഇൻസ്, ഒരു ദീനാറ്, ഒരു ദിർഹം അല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടക്ക് കൊണ്ടുവന്ന് ചേർക്കുന്ന പ്രശ്നമേ ഇല്ല. അതാണ് ഹിദായത്ത്. ദലാലത്തോ നാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പറയപ്പെട്ട വിഷയത്തിൽ അല്ലാഹുവിനോടൊപ്പം അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവനാണ് അവൻ, അള്ളാഹ്ക്ക് വേണ്ടി നോമ്പ് വെക്കുന്നവനാണ്, അള്ളാഹ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്ന ആളാണ്, അള്ളാഹ്ക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷേ അയാളെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ
അള്ളാഹു അല്ലാത്തവരിലേക്ക് അയാളെ മനസ്സ് നീങ്ങുന്നു, അയാൾ ലലാലത്തിലാണ്. വല്ലാഹി അയാളെ നിസ്കാരമോ നോമ്പോ സക്കാത്തോ സദക്കയോ അള്ളാഹുവിന്റെ റിക്കാർഡിൽ ഉണ്ടാകുകയില്ല. എന്തുകൊണ്ട്? ബാത്തിലായ ഈമാനിന്റെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിന്റെ സാക്ഷ്യപ്പെടുത്തലുകൾ നോക്കി നിങ്ങൾ. 13 കൊല്ലം മക്ക മുക്കറമയിൽ വെച്ച് റസൂലുള്ളാഹി ദഅവത്ത് ചെയ്തത് ആരോടാണ്? നിസ്കരിക്കുന്നവരോട് നിസ്കരിക്കുന്നു പറയുകയല്ല, നോമ്പ് നോക്കുന്നവരോട് നോമ്പ് നോക്കാൻ പറയുകയല്ല, ഹജ്ജ് ചെയ്യാത്തവരോട് ഹജ്ജ് ചെയ്യാൻ പറയുകയല്ല. അള്ളാഹുവിന്റെ റസൂല് 13 കൊല്ലക്കാലം മക്കയിലെ ജനങ്ങളോട് പറഞ്ഞത് അവർ നിസ്കരിക്കുന്നവരായിരുന്നു, അവർ നോമ്പ് നോക്കുന്നവരായിരുന്നു, അവർ കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു, ഹജ്ജിൽ തൽബിയത്ത് ചൊല്ലുന്നവരായിരുന്നു, യത്തീമുകളെയും മിസ്കീനുകളെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരായിരുന്നു, ദാനധർമാദികൾ ചെയ്യുന്നവരായിരുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമൂഹത്തോട് നിങ്ങൾ കാഫിറുകളും മുശ്രിക്കുകളുമായതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ എത്തുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന റബ്ബായ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എത്തണമെങ്കിൽ അള്ളാഹിനോടൊപ്പം വേറെ ആരും ഇല്ല എന്ന് നിങ്ങൾ അംഗീകരിക്കണം. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലാതെ ഖൂലു ലാ റബ്ബ ഇല്ലല്ലാഹ് പറയേണ്ട ആവശ്യമില്ല. കാരണം റബ്ബിനെ അംഗീകരിച്ചവരാണ്, അള്ളാഹുവാണ് റബ്ബെന്ന് അംഗീകരിച്ചവരോട് നിങ്ങൾ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അതേ അവസരത്തിൽ അവരോട് റസൂൽ പറഞ്ഞത് ലാ ഇലാഹ എന്ന് പറയണമെന്നാണ്. ഇതെന്നാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഷിയാക്കളോട് നമുക്ക് പറയാനുള്ളത്. അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, കൃത്യമായി നോമ്പ് നോക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, പള്ളി നിർമ്മിക്കുന്നവരാണ്, ജമാഅത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നവരാണ്, അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാകുന്നവരാണ്, അപ്പള്ളിയിലും മുത്തവല്ലിയും മുദരിസും ഖത്തീബും ഖാദിയുമായി ജോലി ചെയ്യുന്നവരാണ്. ഇവരോടൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇലാഹുകളെ ഒഴിവാക്കണം, എങ്കിലേ നിങ്ങൾ ഈ ചെയ്യുന്നത് മുഴുവനും അംഗീകരിക്കുകയുള്ളൂ. ഏതാണ് ഇലാഹുകൾ? 900 ജാറങ്ങൾ, ഒപ്പം ഹവയുടെ ഭാഗമായ ദീനാറ് ദിർഹമുകളും. അതൊരു വലിയ വിഷയമാണ്. ദീനാറും ദിർഹമും ജാറത്തോടൊപ്പം കൂട്ടിപ്പറഞ്ഞത് ഞാൻ മനഃപൂർവ്വമാണ്. ജാറത്തേക്കാൾ അപകടകരമായ വഴിയിലാണ് തൗഹീദിന്റെ വക്താക്കളിൽ ദീനാറും ദിർഹമും സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്. ദീനാറും ദിർഹമും സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് മുവഹിദുകളുടെ മനസ്സിൽ, ഹിദായത്ത് അല്ലാഹുവിൽ നിന്ന് കിട്ടിയവരുടെ മനസ്സിൽ ദീനാറിന്റെയും ദിർഹമിന്റെയും സ്വാധീനം അതിശക്തമായ രീതിയിൽ ലലാലത്തിന് കാരണമായിരിക്കുകയാണ്. വളരെ ഗഹനമായിട്ട് അക്കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സഹചാരികളെ കൂട്ടത്തിൽ നിന്ന് പോലും ഹിദായത്ത് നഷ്ടപ്പെട്ട് കുഫറിന്റെ അഡ്രസ്സിൽ മരണത്തിന് വിധിക്കപ്പെട്ടവരുണ്ടായി എന്നതല്ലേ നാം ചർച്ച ചെയ്ത വിഷയം അല്ലേ? ജുലാസ് ബിൻ സുവൈദ് അൻസാരി സമൂഹത്തിൽപ്പെട്ട പ്രഗത്ഭനായ സഹാബിയായിരുന്നില്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹിദായത്തിന് വല്ല സംരക്ഷണവും കിട്ടിയോ? അള്ളാഹുവിന്റെ തീരുമാനം വന്നപ്പോൾ ഏത് സമയത്താണ് ഹിദായത്ത് പിരിച്ചുവിടുക, ഏത് സമയത്താണ് ഹിദായത്ത് ഡിസ്മിസ് ആകുക, ഏത് സമയത്താണ് ഹിദായത്ത് സസ്പെൻഡ് ആകുക, ഒരു ഉറപ്പും അല്ലാഹു തആല ഒരു കുട്ടിക്കും കൊടുത്തിട്ടില്ല. അംബിയ മുർസലീങ്ങൾക്കല്ലാതെ അവരും അവരുടെ ഹിദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പാടുപെട്ടോളണം. പിരിച്ചുവിടുകയില്ല എന്ന ധൈര്യത്തിൽ ജീവിക്കാൻ നബിമാർക്കും പറ്റുകയില്ല. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് എന്നാ ഷവിയോട്, നിസ്കരിച്ച് കാലിന് നീര് വന്നപ്പോൾ ആയിഷത്തു സിദ്ദീഖ ചോദിച്ചില്ലേ, എല്ലാ പാപങ്ങളും പിൻ പാപങ്ങളൊക്കെ പുറത്ത് ക്ലിയറായി അല്ലാഹു തആല എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്നാലും എനിക്ക് ധൈര്യക്കുറവുണ്ട് ആയിഷ, ഫലാ അകൂന അബ്ദൻ ശക്കൂറ. അതിന്റെ പേരിൽ എൻ്റെ അടുത്തുനിന്ന് നന്ദി കുറഞ്ഞു പോയാൽ അന്നടപടി വന്നേക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. എന്തെങ്കിലും തെറ്റ് വന്നിട്ട് ഞാൻ ശിക്ഷിക്കപ്പെടുമെന്നല്ല പേടിക്കുന്നത്, മറിച്ച് അങ്ങനെ ഒരു സുരക്ഷിതത്വം എനിക്കുണ്ട് എന്ന് അള്ളാഹു എന്നെ അറിയിച്ചിട്ടും അതിന് ഞാനൊരു നന്ദി ചെയ്യുന്ന അടിമയല്ലെങ്കിൽ നന്ദി കേടിന്റെ പേരിൽ വല്ല പിരിച്ചുവിടലുകളും സംഭവിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അഫലാ അകൂന അബ്ദൻ ശക്കൂറ എന്നും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യും. ഏ അല്ലാഹ്, മാ അറഫ്നാക ഹഖ മഅരിഫതിക്, നിന്നെ അറിയേണ്ട രീതിയിൽ അറിയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. വമാ അബദ്നാക ഹഖ ഇബാദതിക്, നിന്നെ അനുസരിക്കേണ്ട രീതിയിൽ, നിനക്ക് കീഴൊതുങ്ങേണ്ട രീതിയിൽ ഒതുങ്ങാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഒതുങ്ങിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹിനെ അറിഞ്ഞിട്ടില്ല എന്നാണ് അതിന് അർത്ഥം വെക്കേണ്ടത്. അത്രയും കൃത്യമായി അതിന്റെ മൈന്യൂട്ട് ലെവൽ
അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ സ്ഥിരപ്പെടുത്താൻ അഷ്റഫുൽ ഹൽക്ക് മെനക്കെട്ടിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ് ആ ദുആ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പോലും ധൈര്യവാനല്ല, സുരക്ഷിതനായിട്ട് പോലും ധൈര്യവാനല്ല. പിന്നെയാണോ ഞാനോ നിങ്ങളും? അതേപോലെ തന്നെയല്ലേ സഹാബാക്കള അവസ്ഥ? ഇവിടെ ശീഈ മൊല്ലമാര് ജാറത്തിന് വേണ്ടി പ്രചരിപ്പിക്കുന്ന കള്ളവാദം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ പിന്നെ പേടിക്കേണ്ട, ഏത് കാഞ്ഞിരക്കുറ്റിക്ക് സുജൂദ് ചെയ്താലും പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അഷ്റഫുൽ ഖൽഖോടൊപ്പം ജീവിച്ച സഹാബാക്കൾക്ക് ആ ധൈര്യം ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? സഹാബാക്കൾക്ക് പോലും ആ ധൈര്യത്തിന് കാരണമായില്ലല്ലോ. അതിന് തെളിവല്ലേ ജുലാസ് ബിൻ സുവൈദിന്റെ ചരിത്രം. അൻസാരി സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായിരുന്നില്ലേ ജുലാസ്? അഷ്റഫുൽ ഖൽഖോടൊപ്പം സകല യുദ്ധത്തിനും പങ്കെടുത്ത ആളായിരുന്നില്ലേ ജുലാസ്? അവസാനം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സന്ദർഭത്തില് യാത്രയുടെ ക്ഷീണം മാറ്റാൻ തന്റെ കൂട്ടുകാരോടൊപ്പം ഒരു തമ്പിൽ നിന്നുകൊണ്ട് കുറെ ഗോസിപ്പ് നടത്തി, തമാശ നടത്തി. ആ തമാശ പറയുന്ന കൂട്ടത്തില് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ തമാശയിൽ ഉൾപ്പെടുത്തി. എന്താ പറഞ്ഞതെന്നറിയുമോ? മുഹമ്മദ് കുറെ ആളെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്, അവിടെ എത്തിയാ അറിയാം. മുഹമ്മദിന്റെ ഒന്നിച്ചുള്ളത് കുറെ തീറ്റിപ്പന്താരങ്ങള്, കുറെ ഖുറാകള്, ഖുർആൻ ഓതുന്നവര്, മൊയ്ലിയാക്കന്മാര്, അവിടെ എത്തിയാൽ അറിയാം. ഇതാണ് ജുലാസ് പറഞ്ഞത്. വേറെ കുഫറിന്റെ വാക്ക് വേറെ ഒന്നുമില്ല. ഇതിനൊക്കെ വലിയ കുഫർ വേറെ എന്താ? ഗോസിപ്പടിച്ച് തമാശ അടിച്ചതാണ്. ബഹുമാനപ്പെട്ട ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബി വിവരം അഷ്റഫുൽ ഖൽക്കിനെ അറിയിച്ചു. അഷ്റഫുൽ ഖൽക്ക് അവരെ വിളിപ്പിച്ചു. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞത് ശരിയാണോ? ഇല്ല നബിയെ, വല്ലാഹി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ ചെക്കൻ നമ്മുടെ നാടൻ ഭാഷയിൽ ഇവൻ കളവ് പറയുന്നതാണ്. വല്ലാഹി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ആകെ ആശയക്കുഴപ്പത്തിലായി. ആമിർ ബിൻ ഖൈസ് ചെറുപ്പക്കാരനാണ്. അവർ മാന്യന്മാരും വലിയ തറവാട്ടുകാരും പാരമ്പര്യ സഹാബാക്കളുമാണ് അൻസാരികളെ. റസൂലുള്ളാഹി തങ്ങളുടെ സ്വന്തം അടുപ്പത്തിലുള്ള ആൾക്കാരാണ്. ആമിർ ബിൻ ഖൈസ് അവിടെ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഏ അല്ലാഹ്, അല്ലാഹുമ്മ സദ്ദിഖ്നി ഇൻ കുന്തു സാദിഖ, അല്ലാഹുമ്മ കദ്ദിബ്നി ഇൻ കുന്തു കാദിബ. ഞാനാണ് കളവ് പറഞ്ഞതെങ്കിൽ ആ കളവ് നീ ഇവിടെ തന്നെ തിരിക്കണേ അല്ലാ. ഞാൻ സത്യമാണ് പറഞ്ഞതെങ്കിൽ ആ സത്യം ഇവിടെ തന്നെ നീ തിരിക്കണേ അല്ലാ. ഇവരെല്ലാം കൂടി എന്നെ കൈകാര്യം ചെയ്യും, എനിക്കിവിടെ ജീവിക്കാൻ പറ്റൂല അല്ലാ. ഞാൻ സത്യമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കൃത്യമായി കേട്ടതാണ് അഷ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞത്. അതും അതിന്റെ പേരിൽ വല്ല മുസീബത്ത് ഇറങ്ങുന്നു പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാ വരുന്നു ജിബ്രീൽ. സുബ്ഹാനല്ലാഹ്. അവിടെ പിന്നെ ആമിർ ബിൻ ഖൈസ് ചെറുപ്പക്കാരൻ. അതൊന്നും അള്ളാഹിന്റെ ദർബാറിൽ വിഷയമല്ല. അള്ളാഹിന്റെ ദർബാർ ആദർശത്തിനാണ് വിഷയം. വലിയ കാരണം ഷെയ്ഖുൽ മശായിഖായ സഹാബിയാണ്, ഇത് ചെറുപ്പക്കാരനാണ്. ഇന്നലെ വരെ നിക്കർ ഇട്ട് പറഞ്ഞ ചെറുപ്പക്കാരനാണ്, ഇന്ന് തൗഹീദും പറഞ്ഞ് നടക്കുന്നത്. ഇതൊന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. അള്ളാഹ്ക്ക് തൗഹീദാണ് വിഷയം. അള്ളാഹ്ക്ക് അള്ളാഹു മാത്രം എന്ന നയമാണ് വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി അഷ്റഫുൽ ഖൽഖായ തങ്ങളോട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട്, യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലു. ഓ മുഹമ്മദ് നബി, യഹ്ലിഫൂന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ ആണയിട്ടിട്ട് പറയുന്നു, മാ ഖാലു എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. വലഖദ് ഖാലു, അവർ പറഞ്ഞിട്ടുണ്ട് നബിയെ, കലിമത്തുൽ കുഫ്രി, കാഫിറാകുന്ന വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. കഫറു ബഅദ ഇസ്ലാമിഹിം, അവർ മുസ്ലിമൊക്കെ ശരിയാണ്, എന്നാൽ ഇപ്പോൾ അവർ കാഫിറായിരിക്കുകയാണ്. എന്ത് തെളിവുണ്ട്? ഖുർആൻ സൂറത്തു തൗബ അല്ലാഹു തആല ക്ലിയർ ആക്കി. ജുലാസ് ബിൻ സുവൈദ് കാഫിറാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ ഏർപ്പാടുണ്ടാക്കി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ജുലാസ് തൗബ ചെയ്തു. തൗബ അല്ലാഹ് സ്വീകരിച്ചു. അതിനുശേഷമുള്ള ജീവിതം ക്ലിയറായി എന്ന് വളരെ കൃത്യമായി ഹദീസിന്റെ കിതാബുകളിൽ കാണാം. സഹാബിയായിട്ട് രക്ഷപ്പെട്ടോ? ഞാൻ വലിയ സഹാബിയാണ്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാമെന്നാണോ? എങ്കിൽ പിന്നെ വർത്തമാന കാലഘട്ടത്തിലെ ഷീഈ സമൂഹം എന്താണ് ചിന്തിക്കുന്നത്? ഷീഈ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഷീഈ എന്ന് പറയുമ്പോൾ ഇറാനിലേക്ക് പോകരുത്. ഷീഈയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ ബാത്തിലാക്കിയവർ, തരീഖത്തുകളെ കൊണ്ടും സൂഫി ശൈഖന്മാരെ കൊണ്ടും മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദ ബാത്തിലാക്കിയവർ, അവരാണ് ഷിയാക്കൾ. അതിലേറ്റവും അഗ്രഹണ്യന്മാരും ഏറ്റവും അപകടകാരികളും കുഫറിന്റെ അങ്ങേയറ്റം എത്തിയവരുമാണ് ഇറാനിയൻ ഷിയാക്കൾ എന്നേ അർത്ഥമുള്ളൂ. ബട്ട് ഷിയാക്കൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സുന്നികളാണ്, അവർ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരാണ്. ഇല്ല, നിങ്ങളെ തന്നെയാണ് പറയുന്നത്. ജാറത്തിന്റെ ആൾക്കാരെ, അൽഫാത്തിഹന്റെ ആൾക്കാരെ, ഇലാ ഹദ്റത്തിന്റെ ആൾക്കാരെ,
അതേപോലെ തന്നെ ദീനാറ് കൊണ്ടും ദിർഹം കൊണ്ടുമാണ് കാര്യങ്ങൾ നടക്കുക എന്ന് വിശ്വസിച്ച് ദീനാറിന്റെയും ദിർഹമിന്റെയും പിറകെ പോയി ദീനാറ് ദിർഹമിന്റെ കുന്നുകൾ ഉണ്ടാക്കി ആദർശത്തെ സംരക്ഷിക്കാമെന്ന് വിശ്വസിച്ചു പോയ കപടന്മാർ, അവരെ പറ്റിയുമാണ് ഈ പറയുന്നത്. അവസാനം നമ്മൾ എത്തിയതിൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത് ആരെ സംബന്ധിച്ചാണ്? അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ അബി സറഹ്, അഷ്റഫുൽ ഖൽഖ് സാലിഹായ അഷ്റഫുൽ ഖൽഖിന്റെ വഹി എഴുത്തുകാരനായ അഷ്റഫുൽ ഖൽഖിന്റെ പടനായകനായ അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ അബി സറഹിനെ കൊല്ലാൻ അഷ്റഫുൽ ഖൽഖ് കൽപ്പിച്ചത് കാഫിറായതിന്റെ പേരിലാണ്. എന്താണ് കാഫിറാകാൻ കാരണം? എനിക്കും വഹി വരുന്നുണ്ട് എന്ന് അബ്ദുല്ലാഹി ബിൻ സറഹ് വാദിച്ചു. അബ്ദുല്ലാഹി ബിൻ സഈദ് എനിക്കും വഹി കിട്ടുന്നുണ്ട്. അത് തന്നെയല്ലേ ആ മാനദണ്ഡം വെച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നത് അല്ലേ? മുസൈലിമത്തുൽ കദ്ദാബിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ല കുഴപ്പമുണ്ടോ? മുസൈലിമുൽ കദ്ദാബ് 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ആളല്ലേ? മുസൈലിമത്തുൽ കദ്ദാബ് കൃത്യമായി നോമ്പ് വെക്കുന്ന ആളല്ലേ? മുസൈലിമത്തുൽ കദ്ദാബ് ജാറത്തിന്റെ ആൾക്കാരായിരുന്നോ? എന്നിട്ട് മുസൈലിമത്തുൽ കദ്ദാബിനെ കാഫിറാക്കിയില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു? എന്നിട്ട് കൊന്നു കളഞ്ഞില്ലേ യമാമ യുദ്ധത്തിൽ? എന്തായിരുന്നു കാരണം? എനിക്ക് വഹി വരുന്നുണ്ട്, ഞാനും മുഹമ്മദിനെ പോലത്തെ നബിയാണ് മുഹമ്മദിന് ശേഷം എന്ന് ബനു ഹനീഫ ഗോത്രക്കാർക്കിടയിൽ മുസൈലിമത്തുൽ കദ്ദാബ് യമാമയിൽ വെച്ച് വാദിച്ചു. ഇത് അഷ്റഫുൽ ഖൽഖ് അറിഞ്ഞു, അപ്പൊ തന്നെ വാണിംഗ് കൊടുത്തിരുന്നു. അഷ്റഫുൽ ഖൽഖ് വഫാത്തായതിനു ശേഷം പൂച്ച് പുറത്തു വന്നു. അബൂബക്കർ സിദ്ദീഖിന്റെ നടപടി അദ്ദേഹത്തിനെതിരായി. മുസ്ലിമിനെ കൊന്നു എന്നാണോ പറയേണ്ടത്? മുസ്ലിമിനെ കാഫിറാക്കി അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഒരു നിസ്കരിക്കുന്ന ആളെ കാഫിറാക്കി അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ആളെ കാഫിറാക്കി എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പള്ളിയിലെ കാളിയാറെ കാഫിറാക്കി എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ മുസ്ലിമിനെയല്ലേ യഥാർത്ഥത്തിൽ കാഫിറാക്കിയത്? അതെ, അയാൾ മുസ്ലിം ആയിരുന്നു. ഇപ്പോൾ അയാളെ ഹിദായത്ത് സസ്പെൻഡ് ആയിട്ടുണ്ട്. ഇനി തിരിച്ചു വരുന്നത് വരെയും പക്ഷെ അയാൾ തിരിച്ചു വരാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ യമാമ യുദ്ധത്തിൽ അയാളെ കൊന്നോളെ. ക്രിസ്ത്യാനിയായിരുന്നോ മുസ്ലിമുൽ കദ്ദാബ്? ജൂതനായിരുന്നോ മുസ്ലിമുൽ കദ്ദാബ്? ആയിരുന്നോ? ഇബ്രാഹിം മില്ലത്തനുസരിച്ച് പാരമ്പര്യ മുസ്ലിം ആയിരുന്നില്ല അയാള്? ആ പാരമ്പര്യക്കാരനെ അല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു കൈകാര്യം ചെയ്തത്? അതേ മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെയല്ലേ മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി കാഫിറാണെന്ന് ഉലമാ സമൂഹം പ്രഖ്യാപിച്ചത്? അയാൾ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന ആളായിരുന്നില്ലേ? അയാൾ നോമ്പ് വെക്കുന്ന ആളായിരുന്നില്ലേ? അയാൾ സക്കാത്ത് ചെയ്യുന്ന ആളായിരുന്നില്ലേ? അയാൾ തക്ബീറുകൾ ചെയ്യുന്ന ആളായിരുന്നില്ലേ? അയാൾ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കും പറയുകയും ചെയ്യുന്ന ആളായിരുന്നില്ലേ? മുഹമ്മദ് നബിയെ റസൂലെ അംഗീകരിക്കുന്ന ആളായിരുന്നില്ലേ? ആ മുഹമ്മദ് നബിക്കുള്ള നുബുവത്ത് എനിക്കും കൂടി ഉണ്ട് എന്ന് വാദിച്ചപ്പോഴല്ലേ അയാൾ കാഫിറാണെന്ന് ലോകം പറഞ്ഞത് അല്ലേ? കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന ആളെ കാഫിറാക്കാൻ കൊള്ളാവോ? അത് കുഴപ്പമില്ല, അവർ ന്യൂനപക്ഷമല്ലേ എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ഒരു കൂട്ടം സെൽഫികളുണ്ട്. ഭൂരിപക്ഷമാണോ എന്നാൽ ഖുറാഫി എന്ന് മാത്രം പറഞ്ഞാൽ മതി, കാഫിർ എന്ന് പറയണ്ട. ന്യൂനപക്ഷമാണോ എന്നാൽ കാഫിർ എന്ന് പറയാൻ മടിക്കണ്ട. നാം പലപ്പോഴും ഈ കാര്യം പറഞ്ഞതാണ്. ഇവിടെ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ അതൊന്നും ഇന്നും വിഷയമല്ല. ജാറത്തിൽ പോന്നോൻ തീർച്ചയായിട്ടും കാഫിറാണ്. ജാറത്തിൽ പോകുന്നതിന് നേതൃത്വം കൊടുക്കുന്നവൻ ഓനെ തുടർന്ന് നിസ്കരിക്കുന്ന പ്രശ്നമേ ഇല്ല, അവൻ പക്കാ മുശ്രിക്കാണ്. കുത്തുബത്ത് കഴിക്കുന്നവൻ പക്കാ മുശ്രിക്കാണ്, അവനെ തുടർന്ന് നിസ്കരിക്കുന്ന പ്രശ്നമേ ഇല്ല, നിസ്കാരം തന്നെ സഹിയാകുകയില്ല. ഒരു സംശയനീതി വേണ്ട. ഇത് വളരെ കൃത്യമാണ്. അന്നും ഇന്നും എന്നും നാം അതാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ ആര് ബാത്തിലാക്കിയാലും പിന്നെ അത് ഗവേഷണം ചെയ്ത് സ്കാനിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് അവന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാനൊന്നും നമ്മളോട് പറയപ്പെട്ടിട്ടില്ല. ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടവർ ഗൗരവമുള്ള വിഷയം എന്താണ്? ഭൂലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്നവർ നസാറാക്കൾക്ക് തലവേദനയാണ്, ജൂതന്മാർക്ക് തലവേദനയാണ്, ഷിയാക്കൾക്ക് തലവേദനയാണ്. എന്തുകൊണ്ട്? ആകാശവുമായി അള്ളാന്റെ ദർബാറുമായി ബന്ധപ്പെടാൻ യോഗ്യതയുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. അവർ മുവഹിദുകളാണ്. അള്ളാഹു മാത്രം എന്നുദ്ഘോഷിക്കുകയും ദൈനംദിന ജീവിതത്തിൽ വളരെ ശക്തവും തീവ്രവുമായി സ്വന്തം അനുഭവത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നവർ, അവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ദർബാറിൽ ഇടപെടാനുള്ള ന്യായമായ അവകാശമുള്ളൂ. ബാക്കിയുള്ളവർക്ക് അതിന്റെ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷീഈ ഭൂരിപക്ഷത്തെ ജൂതം പേടിക്കുന്നില്ല, ഷീഈ ഭൂരിപക്ഷത്തെ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ പേടിക്കുന്നില്ല, ഷീഈ ഭൂരിപക്ഷത്തെ നസാറാക്കൾ പേടിക്കുന്നില്ല. ഷീഈ ഭൂരിപക്ഷം അവരെത്ര 98% ഭൂലോകത്തിന്റെ ആധിപത്യം മുഴുവനും അവരെ കയ്യിലാണെങ്കിലും ജൂതനസാറാക്കളോ ജൂതനസാറാക്കളോ ഫാസിസ്റ്റ് സയനിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റുകളോ അവരെ പേടിക്കുന്നില്ല.
കാരണം അവർക്കെല്ലാം ആദർശപരമായി അറിയാം ആകാശവുമായി ബന്ധപ്പെടാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടവരാണിവർ. ആകാശവുമായി ബന്ധപ്പെടാൻ യോഗ്യതയുള്ള ഒരു സമൂഹമേ ഉള്ളൂ. ലോകത്താകമാനം കണക്കൂട്ടി നോക്കിയ രാഷ്ട്രത്തിലെ ഒരു രാജ്യത്തിലെ ജനസംഖ്യയുടെ കാനേശുമാരി നോക്കിയാൽ 2-3% മാത്രമാണ് തൗഹീദിന്റെ വക്താക്കൾ ലോകത്തുള്ളത്. എന്നാൽ അവരെ ജൂതന്മാർ പേടിക്കുന്നു, നസാറക്കൾ അവരെ ഭയപ്പെടുന്നു. കാരണം അവർക്ക് ആകാശവുമായിട്ട് ബന്ധപ്പെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ യോഗ്യതകളും അവർക്കുണ്ട്. ഏത് സമയത്താണ് അള്ളാഹു ഇടപെടുക എന്നറിയില്ല എന്നവർ പേടിക്കും. അതുകൊണ്ട് തന്നെ ഷീഈ സമൂഹത്തിന്റെ കാര്യത്തില് ഒരു തരത്തിലുള്ള നടപടികളും ജൂതന്മാർ നടത്തുകയില്ല. ഒരു തരത്തിലുള്ള നടപടികളും റോമൻ സാമ്രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഷീഈ വിഭാഗത്തിനെതിരായി നടക്കുകയില്ല. ഭൂലോകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ വക്താക്കളെ നശിപ്പിക്കാനായിരുന്നു ലോകത്ത് സംവിധാനങ്ങൾ മുഴുവനും ഉണ്ടായത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്, അല്ലേ? ആദ്യമായിട്ട് ജൂതൻ യോഗം കൂടി തീരുമാനിച്ചത് എന്താണ്? മുസ്ലിം സമൂഹത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പ് അതിഭയങ്കരമാണ്. 10-30 കൊല്ലക്കാലം കൊണ്ട് വല്ലാത്ത മാറ്റമാണ് ലോകത്തിനുണ്ടായത്. മുഹമ്മദ് പ്രവാചകന്റെ 23 കൊല്ലം, അബൂബക്കർ സിദ്ദീഖിന്റെ 2 കൊല്ലം 25, ഉമർ ബിൻ ഖത്താബിന്റെ 10 കൊല്ലം 35, ഏതാണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ കാലഘട്ടം, എല്ലാം കൂടി ഒരു 10-40 കൊല്ലത്തെ ചരിത്രം ശക്തവുമാണ്, തീവ്രവുമാണ്. ആകാശത്തിന്റെ ഇടപെടൽ തൗറാത്ത് പറഞ്ഞതുപോലെ, ഇഞ്ചീൽ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഇവരെ കാരണത്താൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആകാശബന്ധം ഇല്ലാതാക്കി തീർക്കുക എന്നതാണ് ഇവരെ കൊന്നൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ന് ജൂത പുരോഹിതന്മാർ തീരുമാനമെടുക്കുന്നു. എന്താ പറഞ്ഞ? കൊന്നൊടുക്കി ആൾക്കൂട്ടത്തെ ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് ആദർശത്തിൽ വിള്ളലുണ്ടാക്കലാണ്. കാരണം ഒരു വ്യക്തിയാണെങ്കിലും ശരി, ആകാശത്തെ സ്വാധീനിക്കാൻ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി മറുപക്ഷത്തെ മുഴുവനത്തിനെയും കൈകാര്യം ചെയ്യൽ അള്ളാഹുവിന്റെ ചരിത്രത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, നടപടിക്രമത്തിൽപ്പെട്ടതാണ്. ഇത് ജൂതന് നന്നായിട്ട് അറിയാം. അങ്ങനെയല്ലേ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ അള്ളാഹു അല്ലാത്തവരെ ഇടയാളന്മാരായി വാഴിക്കാനുള്ള ഏർപ്പാടുമായി യമനിൽ നിന്ന് ജൂതനായ അബ്ദുല്ലാഹി ബിൻ സബ മദീനയിലേക്ക് വരുന്നത്? അലി റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹുവിനുള്ള ഇടയാളനാക്കിയിട്ട് അവതരിപ്പിക്കാനും ഉസ്മാൻ അലിയിനെതിരാണെന്നും വരുത്തി തീർക്ക് വിപ്ലവം ഉണ്ടാക്കാനും അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലയിൽ കലാശിക്കാനും അബ്ദുല്ലാഹി ബിൻ സബ എന്ന ജൂതന്റെ ഇടപെടൽ യാഥാർത്ഥ്യമാകുകയും ആ അബ്ദുല്ലാഹി ബിൻ സബഇന്റെ വഴിയിൽ ഇന്നും കേരളമടക്കം ജാറങ്ങളെ പൂജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ച് ലോകത്ത് മുസ്ലിമീങ്ങൾ ഒന്നുമല്ലാത്ത ഹുസൈൻ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെയായിരുന്നു ജാറങ്ങൾ കാരണത്താലല്ലേ? ചരിത്രം നിഷേധിക്കാൻ ഒക്കുമോ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, കുരിശ് വിപ്ലവം എന്തിനായിരുന്നു റോമൻ കത്തോലിക്ക സഭ കുരിശ് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത്? ആകാശവുമായി ബന്ധപ്പെടുന്ന സംവിധാനം മുസ്ലിം സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഈ പോക്ക് പോയാൽ ജൂതൻ എന്നോ നസാറ എന്നോ പേരുള്ള ഒരു കുട്ടി ബാക്കിയുണ്ടാകുകയില്ല. അള്ളാഹുവിന്റെ പൂർവകാല സുന്നത്തിന് ഇരയായി തീരും അവർ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കലാണ് അതിനുള്ള വഴിയെന്നും പറഞ്ഞ് റോമിൽ നിന്ന് പടയെടുത്തില്ലേ അവർ മുസ്ലിമീങ്ങൾക്കെതിരിൽ? ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ അവർ കൊന്നൊടുക്കിയില്ലേ റോമൻ കത്തോലിക്ക സഭ? 1492 കുരിശ് വിപ്ലവം വിജയിച്ചു. സലാഹുദ്ദീൻ അയ്യൂബിയാകുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ നായകനെ വെച്ചുകൊണ്ട് അള്ളാഹു തആല കുരിശ് വിപ്ലവക്കാരെ ഒതുക്കി. റോമൻ കത്തോലിക്ക സഭ കീഴടങ്ങി. 15-ാം നൂറ്റാണ്ട് അതിൻ്റെതായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ കത്തോലിക്ക സഭ നാം വായിച്ച ചരിത്രം ശരിയാണെങ്കിൽ കത്തോലിക്ക സഭ യോഗം കൂടി. ആ യോഗത്തിൽ അവർ ചർച്ച ചെയ്തു, ആയുധം കൊണ്ട് മുസ്ലിമീങ്ങളെ നേരിട്ടാൽ മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല, ആദർശ മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ ആദർശത്തിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇനി വേണ്ടത്. എങ്കിൽ സ്വമേധയാ അവർ നശിച്ചുകൊള്ളും. 16-ാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക്ക സഭ റോമിൽ വെച്ച് കൂടിയ കത്തോലിക്ക യോഗത്തിലെടുത്ത തീരുമാനമല്ലേ അത്? അതിനുള്ള വഴി എന്താണെന്ന് അവർ കൂടിയായ ചർച്ച ചെയ്യുകയും ആ വഴിയായിട്ടല്ലേ അവര് ഏതാണ്ട് 50 ലക്ഷത്തോളം ക്രിസ്ത്യാനികളെ ഖുർആൻ പഠിപ്പിക്കുന്ന ആഫിലികളാക്കി മാറ്റിയത്? എന്താണ് അവർ ചിന്തിച്ചത്? ഇസ്ലാമിനെ കൊല്ലാൻ ഖുർആനും ഹദീസും പഠിക്കുക, ഇസ്ലാമിനെ കൊല്ലാൻ ഖുർആനും ഹദീസും പഠിക്കുക.
മുസ്ലിമീങ്ങൾ വിചാരിച്ചത് ഇസ്ലാമിന്റെ ശത്രുക്കളെ കൊല്ലാൻ ആയുധമെടുത്തിട്ട് റോട്ടിലിറങ്ങുക. അവര് ചിന്തിച്ചത് മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കാൻ ഖുർആനും ഹദീസും പഠിക്കാൻ. ഇതാ വ്യത്യാസം. ബുദ്ധിയുള്ളവരും ബുദ്ധി ഇല്ലാത്തവരും നമ്മുടെ വ്യത്യാസം ഇത്. അങ്ങനെയാണ് അവര് തീരുമാനമെടുത്തു ക്രിസ്ത്യാനികൾ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ. ഏതാണ്ട് 50 കൊല്ലത്തോളം എടുത്തു. ആയിരക്കണക്കിന് ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിദുകളെ ഉണ്ടാക്കിയവർ. അതോടൊപ്പം ഹദീസുകൾ പഠിച്ചു അവർ. ലക്ഷക്കണക്കിന് ഹദീസ് സനദടക്കം കാടാതെ അറിയുന്ന ക്രിസ്ത്യാനികൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ത്യ ലോകത്ത് ഏറ്റവും വലിയ ഹദീസിന്റെ ഇൻഡെക്സ് ഗ്രന്ഥം അറബി ഭാഷയിൽ ഉണ്ടാക്കിയത് ഒരു ക്രിസ്ത്യാനിയാ ഇന്നും നിലവിലുള്ളത്. ആ രീതിയിൽ ഖുർആനും ഹദീസും പഠിച്ചു അവർ. എന്നിട്ട് അവരെ യോഗം വിളിച്ചുകൂട്ടി. ഹാഫിദുകളുടെയും മുഹദ്ദിസുകളുടെയും യോഗം വിളിച്ചുകൂട്ടി. ആ യോഗത്തിൽ സഭാ നേതാക്കന്മാര് ചോദിച്ചു, വരും കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ, അവരുടെ ഹിദായത്ത് നശിപ്പിച്ച് ഭൂമിയിൽ ഒന്നിനും കൊള്ളാത്ത ചവറുകളാക്കാൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത് എന്ന്. 50 കൊല്ലത്തെ പഠനത്തിൽ ഒരു പുരോഹിതൻ സഭയുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഒരു കഷ്ണമായത്താണ്. സൂറത്തുൽ ലുഖ്മാനിൽ ഒരു വാക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന ശിർക ലദുൽമുൻ അദീം. തീർച്ചയായും ശിർക്ക് കൊടും പാതകമാണ്. വേറൊരു ആയത്തുണ്ട്, വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ. ഏതൊരുത്തൻ ശിർക്ക് ചെയ്തോ അവൻ ആകാശത്തിൽ നിന്ന് പിടുത്തം വിട്ടവനെ പോലെയാണ് എന്ന്. അതെന്താണെന്ന് പഠിക്കാനായി സഭയുടെ തീരുമാനവും സഭയുടെ ചർച്ചയും പിന്നീട് അങ്ങോട്ട് എന്താണ് ശിർക്കെന്നും അത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ എന്താണ് വഴിയെന്നുമാണ് നൂറ്റാണ്ടുകളോളം അവർ ശ്രമിച്ചത്. അതേ 16-ാം നൂറ്റാണ്ട് മുഴുവനും അതിനു വേണ്ടിയായിരുന്നു അവർ മെനക്കെട്ടത്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, തഖ്വയുള്ളവരായി ജീവിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ഹിദായത്ത് കാത്തു സൂക്ഷിക്കുക, പോറലേൽക്കാതെ സംരക്ഷിക്കുക. ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഡിസ്മിസ് ആവാം, ചുരുങ്ങിയ പക്ഷം ഡാമേജുകൾ വന്ന് ഉപയോഗശൂന്യമാകാം. അതോടുകൂടി എന്ത് സംഭവിക്കും? ഭൂമിയിൽ മുസ്ലിം ഉമ്മ എന്ന് പറയുന്നവർ ആർക്കും വേണ്ടാത്ത കുളച്ചണ്ടികളെ പോലെ ഉസാ ഉസൈലി പോലെ അതപ്പതിക്കും. അതല്ലേ പിന്നെ നാം കണ്ടത് 17-ാം നൂറ്റാണ്ടിൽ 17-18 നൂറ്റാണ്ട് കാലം യൂറോപ്യൻ സമൂഹത്തിന്റെ യുദ്ധകാലമായിരുന്നില്ലേ? ഒരു ഭാഗത്ത് കിഴക്കൻ സമൂഹം കമ്മ്യൂണിസത്തിലൂടെ ഇസ്ലാമിക ഹിദായത്തിനെ നശിപ്പിക്കാനുള്ള മെനക്കെടലുകൾ. പടിഞ്ഞാറുകാരൻ എന്തായിരുന്നു ഇതിന് ശ്രമം ഉണ്ടാക്കിയത്? ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനം വെച്ചുകൊണ്ട് 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് മേലാധിപത്യത്തിൽ ലോകത്ത് മുഴുവനുമുള്ള ജാറങ്ങൾ പുതുക്കിപ്പണിയാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ലേ? ബ്രിട്ടീഷ് ഭരണകാലത്തല്ലേ ഇന്ത്യ രാജ്യത്തുള്ള ഏറ്റവും വലിയ ജാറങ്ങൾ മോടി പിടിപ്പിച്ചത്? പള്ളിയേക്കാൾ വലുത് അജ്മീർ ജാറത്തിന്റെ ഏറ്റവും വലിയ ശില്പികൾ യൂറോപ്പ് ബ്രിട്ടീഷ് ഭരണകൂടമായിരുന്നില്ലേ? ഡൽഹി നിസാമുദ്ദീൻ ഔലിയാന്റെ ഖബർ പുരോഗമനത്തിന്റെ പിറകിൽ ബ്രിട്ടീഷുകാരായിരുന്നില്ലേ? ലോകത്ത് നിലവിലുള്ള തെക്കേ ഇന്ത്യയില് നാവൂറ് മുത്തുപ്പട്ടം മുതലായ ജാറങ്ങൾക്ക് വേണ്ടി കോടികൾ ഒഴിക്കത് ബ്രിട്ടീഷ് ഭരണകൂടമായിരുന്നില്ലേ? കത്തോലിക്ക സഭയുടെ തീരുമാനമനുസരിച്ച് ഇസ്ലാമിനെ കൊല്ലാൻ ഏറ്റവും നല്ല മരുന്ന് ജാറങ്ങളാണെന്ന് കണ്ടെത്തിയതിൽ അത്ഭുതപ്പെടാനുണ്ടോ? അബ്ദുല്ലാഹിബ്നു സബഈനെ വെച്ച് മരിച്ചുപോയ മഹാന്മാരിലൂടെ കാര്യങ്ങൾ നേടാമെന്ന സിദ്ധി വെച്ച് പൂർവികന്മാർക്ക് ഇതിൽ പങ്കുണ്ടെന്നും പറഞ്ഞിട്ടല്ലേ ജാറങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്തത്? വടക്കേ ഇന്ത്യയിലെ പള്ളികൾ നിങ്ങൾ നോക്കി, ബ്രിട്ടീഷുകാരന്റെ കാലത്ത് 4 തൂണിലിരിക്കുന്ന പൊടി പിടിച്ച ജാറങ്ങൾ നോക്കി മനോഹരമാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൈകളെ കൊണ്ടാണ് ജാറത്തിന്റെ ഖബറിന്റെ ചുറ്റുഭാഗവും അണിച്ചൊരുക്കിയിരിക്കുന്നത്. എന്താണ് അവരിലേക്ക് മുസ്ലിമീങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തതോ? മുസ്ലിമീങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജാറം തുറന്നെടുത്തതോ ബ്രിട്ടീഷുകാരൻ?
അവർക്കറിയാം ഇസ്ലാമിനെ കൊല്ലാൻ ഏറ്റവും നല്ല മരുന്നതാണ്. കൊന്നില്ലേ? 18-ാം നൂറ്റാണ്ടോടുകൂടി ദീനുൽ ഇസ്ലാമിന്റെ പതനമായിരുന്നില്ല പിന്നീട് നാം കാണുന്നത് മുഴുവനും? ആയിരുന്നില്ലേ? ബ്രിട്ടീഷുകാരന്റെ കാലഘട്ടത്തിൽ അവൻ ഇസ്ലാം അല്ലാത്ത മതേതരത്വം എന്ന വല്ലാപ്പും കൊണ്ടുവന്നില്ലേ 18-ാം നൂറ്റാണ്ടിൽ? 16-ാം നൂറ്റാണ്ടിൽ യുദ്ധവിക്ക സഭ രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി കൊടുത്ത ഒറ്റമൂലി മതേതരത്വം എന്ന സിദ്ധാന്തിക രാഷ്ട്രീയത്തിൽ മുസ്ലിമീങ്ങളെ തളച്ചിടുകയും ആത്മീയതയിൽ ജാറത്തിൽ കൊണ്ടുപോയി തളക്കുകയും ചെയ്താൽ ഭൂലോകത്ത് കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾ ഒരു വസ്തുവിനും കൊല്ലാത്ത വെറും ചവറുകളായിരിക്കുമെന്ന് ക്രിസ്തീയ പുരോഹിതന്മാർ പറഞ്ഞത് ഇന്ന് യാഥാർത്ഥ്യമായില്ലേ? ഉണ്ട് ചർച്ച ചെയ്യാൻ ഇനിയും. ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. വേണം ഒരു ചർച്ച, അനിവാര്യമായ ചർച്ച മുഴുവനും റിക്കാർഡിക്കലാണ്. നല്ല വിശ്വാസമുള്ളവനാണ്. നിങ്ങളൊരു വാക്കുപോലും ഉരിയാടുന്നില്ല. റഖീബും അതീദും അത് കുറിച്ചിട്ടിട്ടല്ലാതെ. അത് ഞാൻ ആഗ്രഹിക്കുന്ന അതാണ്. ഈ മിമ്പറിനെ സാക്ഷിയാക്കിക്കൊണ്ട് റഖീബിനെ കൊണ്ടും അതീദിനെ കൊണ്ടും കുറെ കാര്യങ്ങൾ എഴുതിപ്പിക്കണം. അള്ളാഹുവിൻ്റെ കോടതിയിൽ പരസ്യമായി വിചാരണയ്ക്ക് വരുമ്പോൾ ആ രേഖ അള്ളാഹു ഹാജരാക്കും. അത് ചർച്ചയ്ക്ക് വരും. പറഞ്ഞ ഞാനെ ഹാജരാക്കും, കേട്ട നിങ്ങളെയും ഹാജരാക്കും, സാക്ഷികളായവരെ മുഴുവനും ഹാജരാക്കും. വജീഅ ബിന്നബിയ്യീന വശുഹദാ, എല്ലാവരെയും ഹാജരാക്കും. ആ സമയത്തുള്ള ചർച്ചയെ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ചർച്ചയിൽ ഈ കാര്യങ്ങൾ പ്രഖ്യാപിച്ചവനായി ഹാജരാക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെന്ത് വിലയിരുത്തുന്നു, നിങ്ങളെന്ത് ഇതൊന്നും എന്നെ സംബന്ധിച്ചോളം ഈ വിഷയത്തിൽ വിഷയമല്ല. എന്നെ സംബന്ധിച്ചോളം ഇതൊരു പച്ചയായ ചരിത്ര യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ ഇന്നുകളെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം എന്നതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ടുതരുന്ന വിഷയം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അതിനനുസരിച്ചുള്ള അമലും അള്ളാഹു താല തൗഫീഖ് നസീബാക്കി തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരോട് അള്ളാഹു താല ഏറ്റവും വലിയ റഹ്മ ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാം മരിച്ച നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് കഴിച്ചുകൂട്ടുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. ആ ന്യൂനപക്ഷത്തോടൊപ്പം ചെന്ന് ചേരാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ആ ചേരാൻ ആവശ്യമായ യോഗ്യത അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തള ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن اشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين واردين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تجعل، اللهم أجرنا من النار. اللهم قنا عذاب القبر وعذاب الحشر وعذاب النار. اللهم صل على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.